കൂട്ടിയില്ലെങ്കിലും വേണ്ട, ഈ കിട്ടണത് കിട്ടിക്കോ, അതേ ഒരു അത്യാഗ്രഹവും ഇല്ല. ഈ കിട്ടണത് നമുക്കൊന്നുമില്ലെങ്കിൽ സുഖമില്ലാത്തവർക്ക് കൂടി എങ്കിലും വാങ്ങിക്കാം. അല്ല, ഇൻസുലിൻ വാങ്ങിക്കണം. മക്കളായിട്ട് ഉപദ്രവിക്കണ തെറ്റല്ലേ? ആകെ പാവപ്പെട്ടവര് പോരാറുള്ളത്. അതുകൊണ്ട് നമ്മൾ നന്ദിയേട് കാണിക്കൂല. വാങ്ങിക്കണവരെല്ലാരും ചെയ്താൽ മതി. എത്രയോ ലക്ഷം ജനങ്ങൾ വാങ്ങിക്കണുണ്ട്. അപ്പൊ ഈ വാങ്ങിക്കണവർ അതേപോലെ മനസാക്ഷി അറിഞ്ഞ് ചെയ്താൽ ജയിക്കും. കുടുംബത്തോട് അതോട് പെൻഷനൊക്കെ മുടക്കാതെ കിട്ടുന്നില്ലേ? ഇപ്പൊ എത്ര കിട്ടി? ഇപ്പൊ 2 മാസം കിട്ടി. നിങ്ങൾക്ക് തന്നെ മള്ളി കൊണ്ടിടും. എന്റെ കുടുംബത്തിന്, എന്റെ മക്കൾക്കൊക്കെ നിങ്ങൾക്ക് തന്നെ എല്ലാവരുടെയും പറഞ്ഞു കേട്ടോ. അമ്മ പ്രാർത്ഥിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരിലാണ് കേരളം. എല്ലായിടത്തും വീറോടുള്ള വാശിയിലാണ്. അവസാനഘട്ട വോട്ടർമാരെ കാണാനുള്ള തിരക്കിലാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ വോട്ടർമാർ പരമാവധി വീട്ടിലുള്ള ദിവസമായിരിക്കും. അതുകൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലായിരിക്കും. തലസ്ഥാന നഗരസഭയിലെ സൈനിക സ്കൂൾ വാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സൈനിക സ്കൂൾ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ പുതുതായി തലസ്ഥാന നഗരസഭയിൽ 101 കഴിഞ്ഞ തവണ 100 ആയിരുന്നു ആകെ സീറ്റുകൾ എണ്ണം. 101 അപ്പോൾ 101 പുതിയ വാർഡാണ് സൈനിക സ്കൂൾ, കഴക്കൂട്ടത്തെ സൈനിക സ്കൂൾ വാർഡ്. ഇവിടെ LDFിൻ്റെ കരുത്തനായ സാരഥി, ഈ പ്രദേശത്തെ ജനകീയനായ ഒരു നേതാവിനെയാണ് LDF സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. ബിജു SS ആണ്. അദ്ദേഹം SFI രംഗത്തിലൂടെ വന്നയാളാണ്. അത് ഒപ്പം തന്നെ ബഹുജന സംഘടനയിൽ, പോഷക സംഘടനയിലൊക്കെ പ്രവർത്തിച്ച് ഈ പ്രദേശത്ത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി വർഷങ്ങളോളം പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തെ തന്നെ ഇവിടെ LDF സ്ഥാനാർത്ഥിയായി രംഗത്ത് ഇറക്കിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള ജനസ്വീകാര്യത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം വോട്ട് ചോദിക്കുന്ന വീടുകളിലൊക്കെ എത്തി വലിയ തരത്തിൽ അമ്മമാരും കുട്ടികളും ഒക്കെ തന്നെ ഈ ബിജു ചേട്ടനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം? ചൂട് പിടിക്കുകയാണ്, വാശി പിടിക്കുകയാണ്, എങ്ങനെയാണ് പിന്തുണ ഏറുകയാണോ? ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ ഏറുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച്. ഇന്ന് രാവിലെ 8 മണി മുതൽ ഈ ബൂത്തിൽ പര്യടനം ആരംഭിച്ചതാണ്. ഉച്ചയ്ക്ക് ഒരു പിടി ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നതല്ലാതെ വിശ്രമം ഇല്ലാതെ ഈ നിമിഷം വരെ, ഈ 4:30 മണി വരെ, 8 മണി തൊട്ട് വോട്ടർമാരെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നല്ല നിലയിലുള്ള പ്രതികരണം. നമുക്ക് LDFന് വോട്ട് ചെയ്യാനും ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, സമാധാനം, മതമൈത്രി, ഐക്യം, ഇതെല്ലാം തുടരാൻ ജനങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുവെന്നാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ മത്സരരംഗത്ത് വന്നത്. പാർട്ടി നിർദ്ദേശപ്രകാരം ആ മത്സരരംഗത്ത് വന്നപ്പോഴാണ് ഇത്രയും കാലം ജനങ്ങളോടൊപ്പം നിന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രത്യേകത വൈബ്, ഒരു ഫീൽ, ഒരു പിന്തുണ ഇത്ര മാത്രം ഉണ്ടാകുമെന്ന് എന്നെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു പിന്തുണയാണ് ആബാലവൃദ്ധം ജനങ്ങളിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നും വരുന്നത്. അവിടെ ജാതിയും മതം അങ്ങനെയൊന്നുമില്ല. തൊഴിലാളികളും കർഷകരും തിങ്ങിപ്പാർക്കുന്നവരിടമാണ്. അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നിന്ന് വ്യവസായ മേഖലകളിലേക്ക് പണിക്ക് വന്ന് ഇവിടെ താമസമുറപ്പിച്ച ആളുകൾ, അവരും രണ്ടും ഒരുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ അവർ തയ്യാറാവുന്നു. എന്നെ അവർ കേൾക്കുന്നു, എന്നെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. വാസ്തവത്തിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ ആവേശമുള്ള അനുഭവമായി ഈ തെരഞ്ഞെടുപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിജു ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർട്സ് കോളേജിലെ യൂണിയൻ്റെ ചെയർമാനായിരുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ തലമുറയിലെ പ്രധാനപ്പെട്ട ജോയ് സഖാവ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ദീപക്, ഇപ്പം തന്നെ തലസ്ഥാന നഗരസഭയിൽ പിന്നെ സുന്ദർ, SI സുന്ദർ, അങ്ങനെ ഒരു വേണു, അങ്ങനെ വലിയൊരു നിരയുണ്ട്. അവർക്കൊപ്പമൊക്കെ തന്നെ അവരുടെ സീനിയറായി SFI രംഗത്ത് സജീവമായിട്ടുള്ള ഒരാളാണ്. ആ ഒരു പ്രവർത്തന പരിചയമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രാദേശികമായി വർഷങ്ങൾ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അദ്ദേഹം കൊണ്ടുവന്ന സംഘടനാ രംഗത്ത് കൊണ്ടുവന്ന ഒത്തിരി ചെറുപ്പക്കാരൊക്കെ ഈ പ്രദേശത്ത് സജീവമായി പ്രവർത്തന രംഗത്തുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രവർത്തന ബലമൊക്കെ തന്നെ വോട്ടായി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ക്ഷേമ പെൻഷൻ എല്ലാ വീടുകളിലും പോകുമ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമ്മമാർ പറയുന്നത് അവർക്ക് കിട്ടിയ ഈ പണം മറ്റൊരാളിൻ്റെയും മുന്നിൽ കൈനീട്ടാൻ ഇടവരുത്താത്ത വിധത്തിൽ മാനസികമായി വീർപ്പും മുട്ടി എങ്ങനെയാണ് ഒരു കൊച്ചു ആവശ്യം, ഒരു ഇൻസുലിൻ വാങ്ങിക്കാൻ, ഒരു കവർ പാല് വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം പേരക്കുട്ടിക്ക് ഒരു എന്തെങ്കിലും മധുരം വാങ്ങിക്കൊടുക്കാൻ, ഇതിനെല്ലാം പൈസ എങ്ങനെ കിട്ടുമെന്ന് ആലോചിച്ച് വിങ്ങിയ മനസ്സുമായിരുന്ന അമ്മമാർ അവരെന്ന് സന്തോഷത്തോടുകൂടി എന്നെ സ്വീകരിക്കുകയാണ്. ഇതിൽ പരം ഒരു ഭാഗ്യം എന്താണ് വേണ്ടത് ഒരു പൊതുപ്രവർത്തകന്? അങ്ങനെ ആ ഭാഗ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അമ്മമാർ എന്നോട് പറയുന്നു, നീ തന്നെയാണ് ജയിക്കേണ്ടത്, നീ ജയിക്കുമെന്നാണ് അവർ പറയുന്നത്. പണ്ട് കാലത്തെ അപേക്ഷിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലൈറ്റ് പോലും കത്താതിരുന്ന ഇടങ്ങളിൽ നിന്ന് സന്ധ്യയ്ക്ക് വന്നാൽ നല്ല പ്രകാശപൂരിതമായിരിക്കും വഴികൾ. ചിലയിടങ്ങളിൽ പറ്റിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതിന് സാങ്കേതികമായ പല തടസ്സങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ ഈ ലൈറ്റിനുള്ള ലൈൻ വലിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ദിവസം കൊണ്ട് നടക്കില്ല. എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തു, അത് പോയി, ആ ടെക്നിക്കൽ വന്നു. അപ്പോൾ ഇപ്പോൾ ഈ കോട്ടയത്തുകാവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ആ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടി, അവിടെ ലൈറ്റ് വയ്ക്കാൻ പറ്റും. ആനൂർ റോഡ്,
ആനൂർ റോഡ് കടമ്പള്ളി സുരേന്ദ്രൻ MLA പിന്നെ മന്ത്രിയായിരുന്ന സമയത്ത് നവീനമായി പരിഷ്കരിച്ച ഒരു റോഡാണ്. അവിടെയും വെള്ളക്കെട്ടുണ്ടായ സ്ഥലത്ത് ബിനു കൗൺസിലറായി വന്നതിന് ശേഷം ആ വെള്ളക്കെട്ടുള്ള വീടുകൾ സംരക്ഷിക്കാൻ ആ റോഡ് പൊളിഞ്ഞപ്പോൾ അവിടെ ഇൻ്റർലോക്ക് ചെയ്തു. അതിപ്പോഴും അവിടെ പോയാൽ കാണാൻ പറ്റും. നല്ല നിലയിൽ ആ റോഡ് നിൽപ്പുണ്ട്. എന്നാൽ ആ ഹൈവേയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റോഡ് ക്ലോസ് ചെയ്തപ്പം വലിയ 6-8 വീലുള്ള വാഹനങ്ങളെല്ലാം ഓടിയപ്പം ഈ ഗ്രാമീണ റോഡ് പൊളിഞ്ഞു. അപ്പോഴേക്കും തിരഞ്ഞെടുപ്പ് വന്നു. പിന്നെ ടെൻഡർ ചെയ്യാനും ഇതിനുള്ള ഒരു സാവകാശം ഒന്നും കിട്ടിയില്ല. ആ റോഡ് നിർമ്മിച്ചത് LDF ആണ്. ആ റോഡ് അവർ കാട്ടുവഴിയായിരുന്നു. അതിനെ റോഡാക്കി നവീകരിച്ച് നിർമ്മിച്ച് കഴക്കൂട്ടത്തേക്കും തിരുവനന്തപുരത്തേക്കും പോകാനുള്ള നവീന പാതയാക്കി മാറ്റിയത് നമ്മളാണ്. അത് അവസാനിക്കുന്നിടത്തു നിന്ന് അടുത്ത കോർപ്പറേഷൻ വാർഡിലേക്ക് കിടക്കുമ്പോൾ പോയി നോക്കിയാൽ അറിയാം, നല്ല റോഡുകളാണ് കഴക്കൂട്ടം വരെ ഉള്ളത്, എല്ലാ റോഡുകളും. അപ്പോൾ ചിലയിടങ്ങളിൽ ഭൂമിശാസ്ത്രപരമായ കേടുപാടുകൾ ഉണ്ടാക്കുന്നുണ്ട് റോഡിനെ. അവിടെയാണ് നമ്മളെ പഴിക്കുന്നത്. അത് പരിഹരിക്കും. അതിന് ശാസ്ത്രീയമായ വഴികൾ തേടേണ്ടതായിട്ടുണ്ട്. അത് തേടാൻ കെൽപ്പുള്ളവരാണ് LDF പ്രവർത്തകർ. തീർച്ചയായും ഇവിടെ ചന്തവിള വാർഡ് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ വാർഡ് സൈനിക സ്കൂൾ വാർഡ് വന്നത്. ഇവിടുത്തെ ജനകീയനായിട്ടുള്ള കൗൺസിലർ, പഴയ ചന്തവിള വാർഡിൻ്റെ കൗൺസിലർ ബിനു ഒപ്പമുണ്ട്. ബിനുവിനെ നമ്മൾ പലയിടത്തും വീടുകൾ കയറുമ്പോൾ വളരെ എല്ലാവരും പേര് പറഞ്ഞ് ബിനുവിനെ വിളിക്കുന്നുണ്ട്. ആ ജനകീയത കൂടി സ്വാഭാവികമായും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന ആവേശം എല്ലാം മുൻപ് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം വോട്ടായി മാറുമോ? നമുക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ 100 വാർഡുകളിൽ ഏറ്റവും വലിയ വാർഡായിരുന്നു ചന്തവിള എന്ന് പറയുന്നത്. ആ ചന്തവിളയാണ് 2 ഭാഗമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. നമ്മുടെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ 2 കൗൺസിലർമാർ നിന്ന സ്ഥലത്താണ് ഒറ്റയ്ക്ക് ഞാൻ ഈ പ്രവർത്തനം നടത്തിയത്. അതിൻ്റെ ഭാഗമായി നമുക്ക് കുറേ ഹെൽത്ത് സെൻ്ററുകൾ നമ്മൾ പുതിയതായിട്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ നമ്മുടെ ഈ വാർഡിൽ കൊണ്ടുവന്നു. ഇവിടെ ഹോമിയോ ഹോസ്പിറ്റലിൽ യോഗ അതായത് പാവപ്പെട്ട ആളുകൾക്ക് ശാരീരിക ക്ഷമത ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 യോഗ സെൻ്റർ തുറന്നത് 16 ലക്ഷം രൂപ രണ്ടിടത്തും ചിലവാക്കി കൊണ്ട് തുടങ്ങി. നഗരസഭയുടെ ഓൺ പ്രോജക്റ്റ്. ഇപ്പം കൂടാതെ നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ 65 വർഷം പഴക്കമുള്ള നമ്മുടെ ചന്തവിള ഗവൺമെൻറ് UP സ്കൂളിൽ നമ്മൾ 1.5 കോടി രൂപ വെച്ച് പുതിയ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. സ്മാർട്ട് അംഗൻവാടികൾ. നമ്മൾ 13 കുളങ്ങളുണ്ട് നമ്മുടെ ഈ ചന്തവിള വാർഡിനകത്ത്. അതിൽ 6 കുളങ്ങൾ കടമ്പള്ളി സുരേന്ദ്രൻ MLA ഇപ്പം നവീകരിക്കാനായിട്ട് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു, കരാറേറാൻ വർക്ക് എടുത്തു. അതിൻ്റെ ഒരു കുളമാണ് നമ്മുടെ ഈ തൊട്ടടുത്ത് കാണുന്ന ഇവിടുത്തെ കുളം. അപ്പോൾ ഇതും അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയാണിത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും തെല്ലും ഭയമില്ല. തീർച്ചയായും നമ്മൾ ജയിക്കും. തീർച്ചയായും നമ്മളോട് ഇത്രയും കാര്യം പറയാനുള്ളത് LDFൻ്റെ പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥിയുടെയും ആത്മവിശ്വാസമാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ ഒരു ഞായറാഴ്ച ദിവസമാണ്, അവർക്ക് വിലപ്പെട്ട സമയമാണ്, എല്ലാവരെയും പരമാവധി വീടുകളിൽ എത്തിക്കാണാനുള്ള സമയമാണ്. ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഓരോന്നോരോന്നായി ഇവിടുത്തെ LDFൻ്റെ സ്ഥാനാർത്ഥി ബിജു SS വിവരിക്കുകയായിരുന്നു. മുൻ കൗൺസിലർ കൂടി ഈ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുന്നു. അദ്ദേഹവും വികസന പദ്ധതികളെ സംബന്ധിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് LDF എങ്ങനെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും നടത്തിയ അടിസ്ഥാന വികസനങ്ങൾ, ഒപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ. ഇപ്പം നമ്മൾ ഒരു വീട്ടമ്മയുടെ അടുത്ത് പോയപ്പോൾ ഇൻസുലിൻ വാങ്ങാൻ ഉള്ള പണം ഈ സർക്കാർ നൽകുന്നുണ്ട്. അതുകൊണ്ട് നന്ദികേട് കാണിക്കരുത്, താൻ ഉറപ്പായും LDFന് വോട്ട് ചെയ്യും, LDFൻ്റെ സ്ഥാനാർത്ഥി ആര് വന്നിരുന്നാലും LDFന് താൻ വോട്ട് ചെയ്യുമെന്നാണ് ആ വീട്ടമ്മ പറഞ്ഞത്. അതാണ് ഒരു പൊതുവികാരം. അത് കേരളത്തിൽ ആകമാനമുള്ള ഒരു പൊതുവികാരമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് പിടിച്ച പ്രവർത്തനങ്ങൾക്കിടയിലാണ് നമ്മൾ ബിജു ചേട്ടനെ കാണുന്നത്. ബിജു ചേട്ടനെ നേരിട്ട് കണ്ട് ഈ വോട്ടഭ്യർത്ഥനയുടെ ദൃശ്യങ്ങൾ പകർത്താനും കൈരളി ന്യൂസിൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള കൈരളിയുടെ എല്ലാവിധ വിജയ ആശംസകൾ നേരുകയാണ്. ഒപ്പം തന്നെ LDFൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട്, ഒരു വനിതാ സഖാവുണ്ട്. ഈ പ്രദേശത്തെ പ്രവർത്തകരൊക്കെ ഒപ്പം തന്നെ പാർട്ടിയുടെയും ബഹുജന സംഘടനയുടെയും പോഷക സംഘടനയുടെയും DYFയുടെയും എല്ലാ സംഘടനയുടെയും പ്രവർത്തകരൊക്കെ തന്നെ ഒന്നിച്ച് ചേർന്ന് LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തന വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ ഇവിടെ എത്തി കൈരളി ന്യൂസ് വാർത്തകൾ ഇത് സംബന്ധിച്ച് ജനങ്ങളിൽ എത്തിക്കുന്നത്. എല്ലാവിധ വിജയ ആശംസകളും നമ്മുടെ LDF സ്ഥാനാർത്ഥിക്ക് നേരുകയാണ്. തീർച്ചയായും കൈരളി ന്യൂസിന് വേണ്ടി ഇവിടെ സൈനിക സ്കൂൾ വരുന്ന പുതിയ വാർഡിൽ നിന്നും നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.